മലങ്കര മെത്രാപ്പൊലീത്തയോ? ഉളുപ്പ്, ലേശ ഉളുപ്പ് അതുണ്ടാകണം എന്നൊക്കെ സാധാരണ എല്ലാവരും പറയാറുള്ള ഡയലോഗാണ്. ട്രോളർമാർ പലതും പറഞ്ഞേക്കാം. പക്ഷേ അതൊക്കെ ആഗ്രഹം പോലെ ഗ്രിഗോറിയോസ് തിരുമേനി എടുത്ത് കഴുത്തിൽ ചാർത്തി ഘോഷിക്കുന്നത് ശരിയാണോ? അയ്യോ കഷ്ടം എന്നല്ലാതെ മറ്റെന്തു പറയാൻ. അങ്കമാലിയിലെ പ്രധാനമന്ത്രി അമ്മാവനായി ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നൊക്കെയുള്ള സിനിമാ ഡയലോഗുകളൊക്കെ കേട്ടു പരിചയിച്ച നമുക്കും ഇത്തരം ട്രോളുകളും കേൾക്കാനൊരു സുഖമുണ്ട്. ആറാം തമ്പുരാനിൽ നരേന്ദ്രപ്രസാദ് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഞാനും അപ്പനും പിന്നെ സുഭദ്രയും എന്ന ഡയലോഗ് പോലെ. ഇവിടെ അങ്ങനെ പറയാൻ പോലും ഒരു സഭ വികടന്മാർക്കില്ല. ഉള്ളതിൽ നിന്ന് വിഘടിച്ച് പുറത്തുപോയി. വീണ്ടും ഒന്നിക്കാൻ കിട്ടിയ സുവർണ അവസരം പാഴാക്കി പരുമല അസോസിയേഷനിൽ നിന്നും ഒളിച്ചോടി. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ പുതിയ സഭയുണ്ടാക്കി. അത് സ്വയം കോടതിയിൽ സമർപ്പിച്ചു. ഈ തട്ടിക്കൂട്ടിന്റെ ഉദ്ദേശം കോടതിക്ക് മനസ്സിലായി. നൾ ആൻഡ് വോയിഡ് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് 2002 തട്ടിക്കൂട്ട് സഭയെ നിയമവിരുദ്ധമായി റദ്ദാക്കി. തൂക്കിയെടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അങ്ങനെ റദ്ദാക്കപ്പെട്ട സഭയുടെ പേരിനടിയിൽ ഓർത്തഡോക്സ്, മലങ്കര തുടങ്ങിയ വാക്കുകൾ തിരികെ കയറ്റാൻ ട്രോളുകൾ ഇറക്കിയെങ്കിലും അതൊന്നും ആരും ഏറ്റുപിടിച്ചില്ല. 1912 സ്വതന്ത്ര കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിതമായതോടെ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ മെത്രാപ്പൊലീത്തമാരെ വാഴിക്കാനുള്ള അവകാശം മലങ്കര മെത്രാപ്പൊലീത്തയും പൗരസ്ത്യ കാതോലിക്കയുമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷന് മാത്രമാണ്. അത് അടിവരയിട്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠം പറഞ്ഞിട്ടുള്ളതുമാണ്. വ്യാജവേഷക്കാരും വേഷങ്ങളും അതിനെ ഏതു പാത്രിയാർക്കീസ് അണിയിച്ചതായാലും നിയമവിരുദ്ധം തന്നെയാണ്. അതുകൊണ്ട് അഭിനയിക്കുന്ന മെത്രാൻ വേഷം പോലും വ്യാജവും നിയമവിരുദ്ധവുമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്ത് മലങ്കര മെത്രാപ്പൊലീത്ത എന്ന് ചോദിച്ച് പരിഹസിക്കുന്നതും. അമ്മാച്ചനും മച്ചമ്പിമാരും കൂടി അടുക്കളയിലിരുന്ന് നോട്ടീസ് എഴുതിയാൽ കേവലം അങ്കമാലിയിലെ പ്രധാനമന്ത്രി അയക്കാം. അത്ര തന്നെ. ഇല്ലാത്ത സഭയുടെ വല്ലാത്ത മെത്രാപ്പൊലീത്ത പൊല്ലാപ്പ് ക്ഷണിച്ചു വരുത്തുന്നു എന്ന് മാത്രം കരുതിയാൽ മതി.